to show your face with it. I just didn't know that your face is there. വേറെ ആരെയും കണ്ടിട്ടില്ല. ഇല്ല, വേറെ മറ്റേ ലാലുണ്ട്. ഇന്നായി മാത്രമേ ഉള്ളൂ. ബിജുമേ പിന്നെ ലാലില്ലേ, നമ്മൾ ചിന്തിക്കുന്നത് ലാൽ. പക്ഷേ ഇത് പക്ഷേ ഈ പറഞ്ഞ പോലെ റീച്ച് കിട്ടാൻ സാധ്യത കുറവാണ്. എന്തെങ്കിലും പഴയ അടിക്കണ്ടേ? ചിക്കൻ പടിഞ്ഞാറേ കഴിഞ്ഞ 3-4 വർഷങ്ങളായി ഒരു മലയാള സിനിമ എടുക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി നിങ്ങൾ ഉണ്ടാക്കിയൊരു കൂട്ടായ്മയാണ്, അമേരിക്കയിൽ ഉണ്ടാക്കിയൊരു കൂട്ടായ്മ. ആ കൂട്ടായ്മയുടെ ഫലമായി ചെക്ക്മേറ്റ് എന്ന് പറയുന്ന സിനിമ, അനൂപ് മേനോൻ, ലാൽ സർ, രേഖ ഹരീന്ദ്രൻ അഭിനയിക്കുന്ന ചെക്ക്മേറ്റ് എന്ന സിനിമ ഓഗസ്റ്റ് 8-ന് തിയേറ്ററുകളിൽ എത്തുകയാണ്. കേരളമെമ്പാടും ഉള്ള തിയേറ്ററുകൾ. ഇതുപോലൊരു അവസരം ഉണ്ടാക്കി തന്ന മീഡിയയ്ക്ക് ആദ്യം തന്നെ താങ്ക് യു വെരി മച്ച്. സ്പീക്കർ സൗണ്ട് ഇല്ലേ? ടെക്നിക്കൽ ആസ്പെക്ട്സ് ഒക്കെ ഒന്ന് നോക്കിയോ. ഓക്കെ, ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സോ എൻ്റെ പേര് രതീഷ്, ഞാനാണ് സിനിമയുടെ ഡയറക്ടർ. ഡിഡ് ദ മ്യൂസിക്, സിനിമാറ്റോഗ്രഫി, സ്റ്റോറി ആൻഡ് സ്ക്രീൻ പ്ലേ. ഇത് രേഖ ഹരീന്ദ്രൻ, ഇതാണ് സിനിമയുടെ ലീഡ് ആക്ട്രസ്. സുനിത് ജോൺ, പ്രൊഡക്ഷൻ മാനേജർ. ആൻഡ് വിശ്വം ഈസ് എ സെക്കൻഡ് ഹീറോ ഓഫ് ദ മൂവി. മെയിൻ ആയിട്ടുള്ള കാസ്റ്റ് അനൂപ് മേനോൻ ആൻഡ് ലാൽ, അവരാണ് കേരളത്തിൽ നിന്നും അമേരിക്കയിലേക്ക് വന്നത്. ചെക്ക്മേറ്റ് ആസ് എ നെയിം സജസ്റ്റ് ഒരു ഗെയിം ഓഫ് ചെസ് ആണ്. അപ്പൊ ഗെയിം ഓഫ് ചെസ്സിൽ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച് കളിക്കുന്ന ഒരു ഗെയിമാണല്ലോ ഗെയിം ഓഫ് ചെസ്. അപ്പൊ അതിൽ 2 ഭാഗങ്ങളിൽ നിൽക്കുന്ന ഐ വുഡ് സേ ഗുഡ് വേഴ്സസ് ഈവിൾ, അതിന്റെ ഒരു സിനിമാറ്റിക് വേർഷൻ ആണ് ചെക്ക്മേറ്റ്. ഇതിനകത്ത് നമ്മൾ അഡ്രസ് ചെയ്യുന്ന മനുഷ്യരുടെ ബേസിക് ആയിട്ടുള്ള ഇമോഷൻസ്, അവരുടെ ഇൻസെക്യൂരിറ്റീസ്, ഗ്രീഡ്, ബിട്രയൽ, ലവ്, ട്രസ്റ്റ്, ഇതുപോലത്തെ എല്ലാ ആസ്പെക്ട്സിനെയും അഡ്രസ് ചെയ്ത് പോകുന്ന ഒരു നോൺ ലീനിയർ ചിത്രമാണ് ചെക്ക്മേറ്റ്. അപ്പൊ രതീഷ് പറഞ്ഞ പോലെ ഇതൊരു നോൺ ലീനിയർ ഇതൊരു നോൺ ലീനിയർ സിനിമയാണ്. നമ്മൾ അമേരിക്കയിലാണ് ഫുൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടുത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടുള്ള സിനിമയാണെങ്കിലും മലയാളി ഓഡിയൻസിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഹ്യൂമൻ ഇമോഷൻസ് ഉള്ള ഒരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും കാണണമെന്ന് പ്രതീക്ഷിക്കുന്നു. രതീഷ് മുമ്പ് മെൻഷൻ ചെയ്തതുപോലെ ഒരു മലയാള സിനിമ ഫുള്ളി ഷോട്ട് ഇൻ US. ഇതിനൊക്കെ രണം എന്നൊരു മൂവി ആ ഒരു ടൈപ്പിൽ വന്നിട്ടുണ്ട്. പക്ഷേ ദിസ് ഈസ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ്. ഒരുപാട് എല്ലാ മൂവീസിലും പറയുന്നത് പോലെ ഒരുപാട് ഹാർഡ് വർക്ക്, ഒരുപാട് എഫേർട്ട് എടുത്ത മൂവി, അതൊക്കെ ഇതിനും പറയാനുണ്ട്. പക്ഷേ എങ്കിൽ ഇതിന് കുറച്ചുകൂടെ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഫുള്ളി ഷോട്ട് ഇൻ US. അതുമാത്രമല്ല, നമുക്കിങ്ങനെ ഒരു വലിയൊരു പ്രൊഡക്ഷൻ കമ്പനിയുടെ ബാക്കിങ്ങോ അങ്ങനെ ഒന്നുമില്ല. ഒരു ടോട്ടലി ഇൻഡിപെൻഡൻറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് നമ്മൾ. അപ്പം നമ്മുടെ അറ്റംപ്റ്റ് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. നല്ല റിവ്യൂസ്, ഫീഡ്ബാക്സ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളവിടെ ഒരു പ്രൈവറ്റ് സ്ക്രീനിങ് US ചെയ്തിട്ടുണ്ടായിരുന്നു പല സ്റ്റേറ്റുകളിലായിട്ട്. എല്ലാത്തിനും നല്ല ഫീഡ്ബാക്ക് ഒക്കെ കിട്ടി. സോ ഇറ്റ്സ് കമ്മിങ് ഔട്ട്. ഓഗസ്റ്റ് 8-നാണ് റിലീസ്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. സോ ഹോപ്പിംഗ് യു ഓൾ വാച്ച് ദ മൂവി ഇൻ സപ്പോർട്ട്. ഇതൊരു നോൺ ലീനിയർ പടമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രസൻറ്റേഷനിൽ ആ ഒരു പ്രത്യേകത നിങ്ങൾ കാണും. എല്ലാം ഒരു സീക്വൻഷ്യൽ രീതിയിലല്ല പടം മുന്നോട്ട് പോകുന്നത്. അതേപോലെ തന്നെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. രജി പറഞ്ഞ പോലെ ഇതൊരു ഗെയിം ഓഫ് ചെസ് ആയതുകൊണ്ട് തന്നെ കുറേ ക്യാരക്ടേഴ്സ് ഓൺ ബോത്ത് സൈഡ്സ്, ഓൺ
ദി ഗുഡ് സൈഡ്, ഓൺ ദി ഈവിൾ സൈഡ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓവറോൾ ഒരു നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇറ്റ് ടുക്ക് ഓൾമോസ്റ്റ് 3 years from pre-production all the way to post-production, and now we stand here in this press meet. So extremely grateful for the media to be here. നിങ്ങളെല്ലാവരെയും കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണ്. August 8 പടം റിലീസ് ചെയ്യുന്നത്, കണ്ട് സപ്പോർട്ട് ചെയ്യും. അങ്ങനെ പ്രത്യേകിച്ച് ബാക്കിംഗ് ഒന്നും ഇല്ലാത്ത ഒരു ടീമാണ് ഞങ്ങൾ. ഒബിയസ്ലി ഒരു സിനിമ എന്നുള്ളൊരു സ്വപ്നം അതിപ്പോൾ ഞാനല്ല, ആര് സ്റ്റാർട്ട് ചെയ്താലും നമ്മൾ നാച്ചുറലി പോകാൻ പോകുന്നത് കണ്ടംപററി ആയിട്ട് ഇൻഡസ്ട്രിയിലുള്ള ആളുകളുടെ അടുത്താണ് നമ്മൾ പോകാറ്. അത് നമ്മൾ ചെയ്തു. അപ്പോൾ അവിടെ വന്ന കുറേയധികം ക്വസ്റ്റ്യൻസ്, ഒബിയസ്ലി അവർക്ക് അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യണം, നമ്മളത് 100% അത് മനസ്സിലാക്കുന്നു. ഒബിയസ്ലി എനിക്ക് എൻ്റെതായ സെൽഫിഷ് റീസൺസ് കാണുമല്ലോ, അതുപോലെ അവർക്കും അവരുടേതായ സെൽഫിഷ് റീസൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ ആ ഒരു മോഡൽ എന്ന് പറയുന്നത് നാട്ടിൽ വന്ന് ഒരു സിനിമ ചെയ്യൂ. അപ്പം നാട്ടിൽ പ്രത്യേകിച്ച് മലയാള സിനിമ ഈ ഒരു ലെവലിൽ ഇപ്പോൾ നിൽക്കുകയാണല്ലോ. ഇന്ത്യൻ സിനിമയെ വെച്ച് തന്നെ നോക്കുമ്പോൾ അല്ലെങ്കിൽ ലോക സിനിമയിൽ ഒരു ഗ്ലോബൽ പ്രസൻസ് ആയി മലയാളം സിനിമ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മലയാളം സിനിമ ഹാസ് കൈൻഡ് ഓഫ് ലൈക്ക് ബ്രോക്കൺ ദ പാറ്റേൺ, സോ ടു സ്പീക്ക്, റൈറ്റ്? ഒരു ട്രഡീഷണൽ ഹീറോയിൻ, പ്രൊട്ടാഗണിസ്റ്റ്, അന്റാഗണിസ്റ്റ്, ആ ഒരു സംഗതി മാറ്റി നിർത്തി കഥയ്ക്കും ആ ഒരു കഥ ഒരു സിറ്റുവേഷനും ഇമ്പോർട്ടൻസ് കൊടുത്ത്, അങ്ങനെ പ്രത്യേകിച്ച് ഒരു നായകന്റെയോ നായികയോ ബാക്കിംഗ് ഇല്ലാത്ത ഒത്തിരിയധികം ചിത്രങ്ങൾ ഇപ്പോൾ മലയാളത്തിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രൊഡ്യൂസേഴ്സിനെ അല്ലെ പ്രൊഡക്ഷൻ കമ്പനീസിനെ അപ്രോച്ച് ചെയ്തപ്പോൾ അവർ ആ ഒരു നോർമൽ, സോ ടു സ്പീക്ക്, ഒരു കുക്കി കട്ടർ മോഡലാണ് നമ്മുടെ അടുത്ത് സ്വീകരിക്കാൻ പറഞ്ഞത്. പക്ഷെ ഞങ്ങളുടെ ടീമിന്റെ ഒരു ആഗ്രഹം, റീച്ച് ഫോർ ദ സ്റ്റാർസ് എന്നുള്ളൊരിതാണ്. ആഗ്രഹം എന്ന് പറയുന്നത് അമേരിക്കയിൽ ഒരു മലയാളി മൂവി ഫ്രട്ടേണിറ്റി ഉണ്ടാക്കുക. ഇപ്പൊ നമ്മുടെ സിനിമയുടെ എല്ലാ പോസ്റ്റ് പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്ത ആളുകൾ എല്ലാവരും മലയാളികളാണ്. ഇവിടെ കൊച്ചിയിലും കോട്ടയത്തും ട്രിവാൻഡ്രത്തും ഒക്കെ ഉള്ള ടെക്നീഷ്യൻസ് ആണ്. നമ്മൾ മ്യൂസീഷ്യൻസിനെ യൂസ് ചെയ്ത് ലോകത്തെമ്പാടുള്ള മ്യൂസീഷ്യൻസിനെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ സിനിമയുടെ എല്ലാ മിക്സിങ്ങും മാസ്റ്ററിങ്ങും ഗിറ്റാർസ്, ഓർക്കസ്ട്ര ഇതെല്ലാം ട്രാക്ക് ചെയ്തതൊക്കെ നമ്മുടെ കേരളത്തിലും കൊച്ചിയിലും ചെന്നൈയിലും ഒക്കെയാണ്. അപ്പം ഒരു ക്രോസ് കൾച്ചറൽ കൊളാബറേഷൻ, അതാണ് നമ്മുടെ ഒരു എൻഡ് ഗെയിം. അതായത് കൂടുതൽ അങ്ങനെ അമേരിക്കയിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫൈനാൻഷ്യൽ സൈഡിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒത്തിരി സപ്പോർട്ട് കിട്ടും. കാരണം എൻഡ് ഓഫ് ദ ഡേ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടത് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണല്ലോ. അപ്പോൾ ഒരു ഫൈനാൻഷ്യൽ സൈഡിൽ ഒരു ഇത് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു മലയാളി മൂവി ഫ്രട്ടേണിറ്റി, ഇവിടെയുള്ള ടെക്നീഷ്യൻസിനെയും ആർട്ടിസ്റ്റുകളെയും നമുക്ക് അമേരിക്കയിൽ കൊണ്ടുപോയി അവിടെ ഒരു സിനിമ ചെയ്ത്, അല്ലെങ്കിൽ ABCD ഒക്കെ പോലത്തെ സിനിമകൾ പോലെ കൂടുതൽ സിനിമകൾ ചെയ്ത്, ഇപ്പം തമിഴന്മാർക്കും തെലുങ്കന്മാർക്കും നോർത്ത് ഇന്ത്യൻസിനും ഒക്കെ അവിടെ ഒരു ഫ്രട്ടേണിറ്റി ഉണ്ട്. ഇപ്പം ഫോർ ഇൻസ്റ്റൻസ് നമ്മളിപ്പോൾ തെലുങ്കന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ആക്ച്വലി അവിടെ ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയാസ് ചെയ്യുന്ന, ഇപ്പം ഐ തിങ്ക് ഇറ്റ്സ് വെസ്റ്റ് കോസ്റ്റിൽ സിലിക്കൺ വാലിയിൽ സ്റ്റാർട്ടപ്പ് ഐഡിയാസ് കൊടുക്കുന്ന പോലത്തെ ഒരു ഐഡിയാസ് ഉണ്ട്. കാരണം അവരുടെ ആ ഒരു ഫ്രട്ടേണിറ്റി വളരെ വലുതാണ്. അവരിപ്പം സിനിമയും അതുപോലെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് തെലുങ്കിൽ നമ്മൾ ഒത്തിരിയധികം സിനിമകൾ അമേരിക്കയിൽ ഷൂട്ട് ചെയ്ത്, അല്ലെങ്കിൽ പകുതി അമേരിക്കയിൽ ഷൂട്ട് ചെയ്ത് കുറേയധികം സിനിമകൾ വരുന്നുണ്ട്. അവിടെ നിന്ന് ഫണ്ടിങ് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം, ഒരു എൻഡ് ഗെയിം എന്ന് പറയുന്ന ആഗ്രഹം. അതാണ് അതിന്റെ ഭാഗമായി ചെയ്തൊരു സിനിമയാണ് ചെക്ക്മേറ്റ്. അത് ഓഡിയൻസ് അത് അക്സെപ്റ്റ് ചെയ്യും. ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സിനിമയാണ്. മലയാളികൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സിനിമകൾ, ആശയങ്ങൾ, അപ്പം ഏതൊരു രീതിയിലാണ്, സിനിമയുടെ കേസിൽ മാത്രമല്ല ഏതൊരു മേഖലയിലും പുതുമ ആഗ്രഹിക്കുന്ന ആളുകളാണ് മലയാളികൾ, നമ്മൾ മലയാളികൾ. അപ്പോൾ അതിന്റെ ഒരു വിശ്വാസത്തിൽ ചെയ്ത ഒരു പ്രോജക്റ്റ് ആണ്. സിനിമയില് ക്യാമറ എനിക്ക് ക്യാമറ ചെയ്യണമെന്ന് ആഗ്രഹം ഇല്ലായിരുന്നു. പക്ഷേ കംപ്ലീറ്റ്ലി ബീങ് ഓണസ്റ്റ്, അവിടെ ഒരു ദിവസം ഒരു ക്യാമറമാനെ ഹയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 പേരാണ് വരുന്നത്. ഇവിടത്തെ പോലെ തന്നെ ഒരു ക്യാമറ ആൾ വരും, ഒരു ഫോക്കസ് പുള്ളർ വരും, പിന്നെ ക്യാമറ എക്വിപ്മെന്റ് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരാൾ വരും. ഈ 3 പേർക്കും കൂടി ക്യാമറമാന് മാത്രം $1,200 $1,200 ഒരു ദിവസം കൊടുക്കേണ്ട ഒരവസ്ഥയാണ്. അപ്പൊ നമ്മുടെ സിനിമയ്ക്ക് 86 days ഫുൾ ഷൂട്ടും പിന്നെ റണ്ണും കാര്യങ്ങളെല്ലാം കൂടെ അഗ്രിഗേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 125-130 ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ പ്രൊഡക്ഷൻ കമ്പനി തീരുമാനിച്ച് ഞങ്ങളൊരു നെറ്റ്ഫ്ലിക്സ് അപ്രൂവ്ഡ് ക്യാമറ മേടിച്ചു. ഒരു സൂപ്പർ 35mm സെൻസർ ക്യാമറ മേടിച്ച് തിയേറ്ററിൽ പ്രദർശിപ്പിക്കണമെങ്കിൽ ക്യാമറയ്ക്ക് ചില മാൻഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുപോലത്തെ ഒരു ക്യാമറ മേടിച്ച് ഞാൻ ക്യാമറ പഠിച്ചെടുക്കുകയായിരുന്നു. അതിന് കോഴ്സസിന് പോയി. പിന്നെ യൂട്യൂബ് എന്ന് പറയുന്ന ലോകത്ത് എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള, റീച്ചബിൾ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി തുറന്നു കിടക്കുകയല്ലേ. അപ്പൊ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ എന്റെ മോള് മേഘന ജിംനസ്റ്റ് ആണ്. അപ്പം മേഘനയുടെ പല ആംഗിൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ മ്യൂസിക് വീഡിയോ, ഷോർട്ട് ഫിലിംസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്ത് എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ആയതിനു ശേഷമാണ് ഇങ്ങനെ ഒരു വലിയൊരു സ്റ്റെപ്പ്, ഒരു ബോൾഡ് സ്റ്റെപ്പിലേക്ക് എത്തിയത്. ഈ സിനിമയില് തമിഴ് തെലുങ്കിൽ എന്തൊക്കെ ഉണ്ടോ? സിനിമ ഒരു വലിയ ബാനറല്ലേ?
നിങ്ങളുടെ ഒരു തമിഴ് ഇങ്ങനെ തെലുങ്കുവിനെ പറഞ്ഞില്ലേ, തമിഴ് അവരൊന്നും സിനിമയ്ക്ക് എങ്ങനെ ബൗണ്ടറീസ് ഇല്ലാത്തതല്ലേ? തീർച്ചയായും എനിക്ക് തോന്നുന്നു സിനിമയ്ക്ക് ബൗണ്ടറീസ് ഉണ്ട് എന്നുള്ളതാണ്. കാരണം ലിംഗ്വിസ്റ്റിക്സ് ഇപ്പൊ നമ്മൾ അമേരിക്കയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും ഇംഗ്ലീഷ്, ഐ വുഡ് സേ 90% ഇംഗ്ലീഷും പിന്നെ കുറച്ച് സ്പാനിഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊരു ലിംഗ്വിസ്റ്റിക് ഡിവിഷൻ ഉണ്ട് അല്ലെ, ലാംഗ്വേജ് ഡിവിഷൻ. എല്ലാ സ്റ്റേറ്റിനും അതിൻ്റെതായ ഒരു ഡിവിഷൻ ഉണ്ട്. ഇപ്പം ഫോർ ഇൻസ്റ്റൻസ് തമിഴ്നാട്ടിൽ ഇറങ്ങുന്ന എല്ലാ സിനിമകളും ഇവിടെ വന്ന് മലയാള സിനിമയെക്കാട്ടിലും കൂടുതൽ കളക്ഷൻ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ ദാറ്റ്സ് നോട്ട് ദ കേസ് വിത്ത് മലയാള സിനിമ. ഞങ്ങളുടെ സിനിമ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് 8 കേരളത്തിൽ റിലീസാണ്, പക്ഷെ ഓഗസ്റ്റ് 8 തമിഴ്നാട്ടിലോ ബാംഗ്ലൂരോ റിലീസ് ചെയ്യാനുള്ള നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ, എന്റെ തീരുമാനമല്ല, അവർ പറയുന്നത് നമുക്ക് വെയിറ്റ് ആൻഡ് വാച്ച്, എന്നിട്ട് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം എന്നുള്ളൊരു ആശയമാണ്. പക്ഷെ ഇപ്പോൾ ഒരു ഏതൊരു തമിഴ് സിനിമയോ ബിഗ് ബഡ്ജറ്റ് സിനിമകളോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് റിലീസ് ചെയ്യുന്ന അതേ ദിവസം ഇവിടെയും റിലീസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. സിനിമയ്ക്ക് ബൗണ്ടറി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷെ പ്രേക്ഷകർക്ക് എനിക്ക് തോന്നുന്നു ബൗണ്ടറീസ് ഉണ്ട്. അല്ല, പൊതുവേ അങ്ങനെ നമ്മൾ സാധാരണ സിനിമക്കാരങ്ങനെ പറയാറില്ല. കാരണം ഏത് ഭാഷയും എല്ലാം ഒരു ഒരുമയോടെ കാണുന്ന ഒരു ഇത്. അപ്പോൾ അങ്ങനെ ഒരു സ്ലാങ് വന്നുകൊണ്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. ഫസ്റ്റ് പ്രോജക്റ്റ് ആണ് നിങ്ങളുടെ? ഫസ്റ്റ് പ്രോജക്റ്റ് ആണ്. ഓൾ ദ ബെസ്റ്റ്. അല്ല, സാറ് റെഫർ ചെയ്തത് മുമ്പേ രതീഷ് ഒരു പോയിന്റ് പറഞ്ഞില്ലേ, ഇപ്പം അമേരിക്കയിലെ ഒരു മലയാളം സ്പെഷ്യാലിറ്റി കൊണ്ടുവരിക എന്നുള്ളത്. ഇപ്പം തെലുങ്ക് അല്ലെങ്കിൽ മറ്റുള്ള ലാംഗ്വേജസിന് അങ്ങനെ ഒരു ബാക്കിംഗ്, ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട് എന്നാണ് രതീഷ് മുമ്പേ പറഞ്ഞത്. മലയാള സിനിമയ്ക്ക് അങ്ങനെ ഇല്ല. ഇല്ല, ഫൊക്കാന അങ്ങാണ്ടൊരു മലയാളി ഗ്രൂപ്പ് ഇല്ലേ, അവരോട് നിങ്ങൾ ലിങ്ക്ഡ് ആണ് അവർ? അല്ല, ഫൊക്കാന പോലെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, അതൊന്നും മൂവി റിലേറ്റഡ് അല്ല. ഇല്ല, നിങ്ങൾക്ക് അവരെ സപ്പോർട്ട് ഇല്ലയോ? ചെയ്യാന്നല്ലേ ഉള്ളൂ. യു ക്യാൻ ഡു ദാറ്റ്. തീർച്ചയായും വൺ ഓഫ് ഫൗണ്ടിംഗ് മെമ്പേഴ്സ് പോൾ കറുകപ്പള്ളി, അദ്ദേഹം നമ്മുടെ സിനിമയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ പോൾ സാർ എപ്പോഴും പറയുന്നുണ്ട് ഫൊക്കാന എന്നുള്ള പേര് ഇതിന് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫൊക്കാന ഇസ് ഡിഫറെന്റ്. ഹി ഹാസ് എൻ ഇൻഡിവിജ്വൽ. പോൾ കറുകപ്പള്ളി, ലിൻഡോ ജോളി, അദ്ദേഹം ഫൊക്കാന, ഫോമ ഇതുപോലത്തെ അസോസിയേഷനിലൊക്കെ വളരെയധികം സപ്പോർട്ട് ചെയ്തത്, ചാക്കോ കുര്യൻ, അജു ഉമ്മൻ. അപ്പം നമുക്ക് അവരെയൊക്കെ നമ്മൾ ഇൻഡിവിജ്വൽസ് ആയിട്ടാണ് നമ്മൾ അപ്രോച്ച് ചെയ്തത്. അവരുടെ അപ്രോച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ആശയമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഈ മലയാളി മൂവി ഫ്രട്ടേണിറ്റി എന്നുള്ളൊരു ആശയം പറഞ്ഞപ്പോൾ അവർ സപ്പോർട്ടായി, അവര് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. തീർച്ചയായും അത് മലയാള സിനിമയ്ക്ക് അത് കഴിയും, മലയാള സിനിമയ്ക്ക് അത് കഴിയൂ എന്നുള്ള ഒരു വിശ്വാസമുണ്ട്, ഒരു സ്വകാര്യ അഹങ്കാരം ഉണ്ട്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഞങ്ങള് അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂ ഇംഗ്ലണ്ട് റീജിയൻ കൺസിസ്റ്റ് ഓഫ് മെനി സ്റ്റേറ്റ്സ്, ന്യൂയോർക്ക്, ന്യൂ ഹാംഷയർ, കനേഡിക്കറ്റ്, മാസച്യൂസെറ്റ്സ്, വെർമോണ്ട്, അപ്പൊ ഇതുപോലെ ഒരു 5-6 സ്റ്റേറ്റിലുള്ള ഒരു മൂവി ഫ്രട്ടേണിറ്റി ഉണ്ട് അവിടെ. അപ്പൊ അവിടെയൊക്കെ പോയി ഞാൻ ഈ വോളണ്ടിയറിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പൊ അവർക്ക് ഞാൻ മലയാള സിനിമകൾ സജസ്റ്റ് ചെയ്യും. ഇപ്പം പത്മനാഭൻ മാഷിന്റെ സിനിമകളാണ് കൂടി ഇപ്പൊ എല്ലാം യൂട്യൂബിൽ ലീഗലി അവൈലബിൾ ആണല്ലോ, എല്ലാം അപ്ലോഡഡ് ആണല്ലോ. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സിനിമകൾ എൻജോയ് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ സിനിമയെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ആളുകളായിട്ടാണ് എനിക്ക് അവിടെ, അതായത് സിനിമ ഒരു ഉപജീവനമായി ചെയ്യുന്ന ആളുകളായിട്ടാണ് എനിക്ക് അവിടെ കൂടുതൽ കോൺടാക്ട്സ്. ദേ ഓൾ ലവ് മലയാളം മൂവീസ്. അവർക്ക് ഇപ്പം ഞാൻ ഫോർ ഇൻസ്റ്റൻസ് തേന്മാവിൻ മുമ്പത്ത് എന്ന് പറയുന്ന സിനിമ ഞാൻ സജസ്റ്റ് ചെയ്തു, മണിച്ചിത്രത്താഴ് സജസ്റ്റ് ചെയ്തു, ഭരതം, അമരം, ഈ സിനിമകളെല്ലാം സജസ്റ്റ് ചെയ്തപ്പോൾ ഇത് കണ്ട എല്ലാവരും ഓക്കെ എന്തുകൊണ്ട് അവരെല്ലാം പ്രോബ്ലം എന്ന് പറയുന്ന സബ് ടൈറ്റിൽസ് എല്ലാവർക്കും അവൈലബിൾ അല്ല. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സബ് ടൈറ്റിൽസ് അവൈലബിൾ ആയിട്ടുള്ള എന്റെ ഫ്രണ്ട് ഗ്യാരി പുള്ളിക്ക് ഞാൻ മലയാള സിനിമകൾ സജസ്റ്റ് ചെയ്യുമ്പോൾ ഈയിടയ്ക്ക് ഞാൻ സജസ്റ്റ് ചെയ്ത് ജോജി എന്ന് പറയുന്ന സിനിമ സജസ്റ്റ് ചെയ്തു. പുള്ളിക്ക് അത് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പൊ അവർക്ക് എല്ലാവർക്കും ആ ഒരു മലയാള സിനിമ എന്ന് പറയുന്ന മഞ്ഞുമേൽ ബോയ്സ് അതെല്ലാം വളരെ പ്രോമിനൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇതിനും മലയാളം സിനിമയ്ക്കുള്ള പോപ്പുലാരിറ്റി ഇന്ത്യ മാത്രമല്ല ഏത് രാജ്യത്ത് നോക്കിയാലും അതിൻ്റെ ഒരു റെലവൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ബോളിവുഡിൽ നോക്കിയാലും തമിഴിൽ നോക്കിയാലും അവർ കമ്പയർ ചെയ്യുന്നത് മലയാളം മൂവി ആയിട്ടാണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ ആദേശം, പ്രേമലു, ഇതെല്ലാം ഗ്ലോബലി ഒരു ഫിനോമിനനാണ്. ഇത്രയും കോടികൾ അത് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്ത് ഇത്രയും കൺട്രികളിൽ ആ ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള എനിക്കൊന്ന് ആ ഒരു കണ്ടന്റ് ക്രിയേഷനാണ് മലയാളത്തിൻ്റെ ഒരു സ്ട്രെങ്ത്. ആ എടുക്കുന്ന സ്റ്റോറീസ് ആ വെരി റിലേറ്റബിൾ, ആളുകൾക്ക് ജെന്യുവനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റോറി ലൈൻസ് ആണ്. അല്ലാതെ ബോളിവുഡിനെ പോലെ ഉള്ള ഒരു ഫ്ലാഷിനെസ് നമ്മൾ മാക്സിമം കൊണ്ടുവരാതിരിക്കുക, നമ്മൾ ആ ഒരു റിയാലിറ്റിയിലോട്ട് മാക്സിമം എത്താൻ ശ്രമിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ക്രിയേറ്റീവ് പീപ്പിളാണ് മലയാളത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും മലയാളം സിനിമയെ ആൾക്കാർ ഒരു റെഫറൻസ് പോയിന്റ് ആയിട്ട് എപ്പോഴും കാണുന്നത്. ഏത് പടം എടുത്താലും അവർ റെഫറൻസ് ചെയ്യുന്നത് മലയാളം പടങ്ങളുമായിട്ടുള്ള ഒരു കമ്പാരിസണാണ്. അത് ആക്ടിങ്ങിലാണെങ്കിലും സ്റ്റോറി ലൈനിലാണെങ്കിലും ഡയറക്ഷനിലാണെങ്കിലും. ഒത്തിരി റീമേക്സും വരുന്നുണ്ടല്ലോ മലയാളം സിനിമേന്റെ. റീമേക്സ് ആണ് ഇപ്പൊ ബോളിവുഡിലും, ഇപ്പൊ ഹോളിവുഡ് ഓൾസോ റീസെന്റ് നായിക എന്ന തലത്തിൽ ആദ്യത്തെ സിനിമയാണ്. വ്യത്യസ്തമായ തരത്തിലാണ് ആ സിനിമ എടുത്തേക്കുന്നത്.
എക്സ്പെക്ടേഷൻ ഇതൊരു ഡിഫറെന്റ് സിനിമ ആയതുകൊണ്ട് ആൻഡ് എൻ്റെ ഒരു ബിലീഫ് മലയാളി ഓഡിയൻസ് ഭയങ്കര ഇന്റലിജന്റ് ക്രൗഡാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൂവീസ് അക്സെപ്റ്റ് ചെയ്യാനില്ല ഒരു ഔട്ട്ലുക്ക് ഇല്ല ആൾക്കാരാണെന്ന് എൻ്റെ ഒരു ബിലീഫ്. അതുകൊണ്ട് ഐ എം ഹോപ്പിംഗ് വിൽ ബി അക്സെപ്റ്റഡ് ബിക്കോസ് ഇതൊരു ഓപ്പൺ മൈൻഡ് ആയിട്ട് കാണണം. കുറച്ച് ഫാസ്റ്റ് പേസ് മൂവിയാണ്, കുറേ ബാക്ക് ആൻഡ് ഫോർത്ത് ഉണ്ട്, പ്രസന്റ് ടു ഫ്യൂച്ചർ, ഫ്യൂച്ചർ ടു പ്രസന്റ്. അപ്പൊ ശ്രദ്ധിച്ച് കാണണം, ഫോൺ നോക്കിയിരുന്നാല് ലോസ്റ്റ് ആയി പോകും. അപ്പൊ അങ്ങനെ കണ്ടാല് അത് എൻജോയ് ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ പ്ലേ ചെയ്യുന്ന റോൾ ജെസ്സി, ഒരു 360 ഡിഗ്രി ക്യാരക്ടറാണ്. എൻ്റെ ഫസ്റ്റ് റോളായിട്ട് ഇത് കിട്ടിയത് ഒരു വലിയൊരു ഭാഗ്യം എന്ന് കരുതുന്നു. എന്താ വെച്ചാൽ ഓൾ ടൈപ്സ് ഓഫ് ഇമോഷൻസ്, ഫ്രം റൊമാൻറ്റിക് ടു കുറച്ച് സ്ട്രീറ്റ് സ്മാർട്ട്, ഒരു സൈഡിൽ ഒരു കളി, കുറച്ച് എംബിഷ്യസ്, അങ്ങനെ കുറേ ഡിഫറെന്റ് ഷെയ്ഡ്സ് വരുന്ന ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് എസ്പെഷ്യലി ഫീമെയിൽ റോളിന് ഇങ്ങനത്തെ ഒരു പ്രസൻസ് കിട്ടിയത് ഐ കൺസിഡർ എ ബിഗ് ലക്ക്. ഞാൻ ഈ ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വേറൊരു സിനിമയാണ് ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. ഒരു ഹ്യൂമൻ ട്രാഫിക്കിംഗ് സബ്ജക്റ്റ് ആണ് പ്ലാൻ ചെയ്തിരുന്നത്. അതിനുശേഷം ഒരു ആന്തോളജി സീരീസ് എന്നൊരു ആശയത്തിലേക്ക് പോയി. ആന്തോളജി സിനിമ തന്നെ, പക്ഷെ ഒരു ആന്തോളജി ബേസ്ഡ് ഒരു സിനിമ. അപ്പം അതിന്റെ ഭാഗമായി ഒരു ഫിൽം മേക്കിംഗ് 101 എന്ന് പറയുന്ന ഒരു സെഷൻ നമ്മൾ വെച്ചു. നമ്മുടെ സീഡ് എന്റർടൈൻമെന്റ്സ് എന്ന് പറയുന്ന കമ്പനി ഇസ് ആക്ച്വലി പാർട്ട്ണർ ഇൻ സീഡ് എന്റർടൈൻമെന്റ്സ്. ഞങ്ങൾ അങ്ങനെ ആ ഒരു കൂട്ടായ്മ ഒരു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട്, അപ്പൊ അതിനകത്ത് ഒത്തിരി ആളുകൾ, ഇപ്പം മലയാളികൾ മാത്രമല്ല, നോർത്ത് ഇന്ത്യൻസ്, തമിഴിയൻസ്, തെലുഗൂസ്, ഒത്തിരി ആളുകൾ വന്നു അതിന്റെ ഒരു ഭാഗമാകാനായിട്ട്. അപ്പൊ അവിടെ ഞാൻ എല്ലാവരുടെ പറഞ്ഞത് സിനിമയിൽ അഭിനയിക്കാൻ മാത്രമാണെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യണ്ട, ബിക്കോസ് ഐ എം മൈസെൽഫ് ഡിസേബിൾഡ്. അതുകൊണ്ട് എല്ലാ ജോലിയും എടുക്കേണ്ട ഒരു ഫിൽം മേക്കിംഗ് എന്ന് പറയുന്നത്, ഒരു 3 വർഷം ഒരാളൊരു ഡിഗ്രി, ഫിൽം മേക്കിംഗിൽ ഒരു ഡിഗ്രി എടുക്കുന്നതിന് തുല്യമായ ഒരു പ്രോസസ്സാണ് നമ്മൾ ഈ സിനിമയിലൂടെ പോയിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്നും വന്ന ക്യാരക്ടർ ആർട്സിനെ നമ്മൾ ബേസിക്കലി ആളുകളെ കാസ്റ്റ് ചെയ്തു. ഒരു കാസ്റ്റിംഗ് കോളം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സെൽഫ് ടേപ്പിംഗ്, അതുപോലത്തെ ഒരു വർക്ക്ഷോപ്പ്, അങ്ങനത്തെ പല പല എക്സസൈസുകളിലൂടെ പോയി അവസാനം രേഖയെ ജെസ്സി എന്ന് പറയുന്ന ക്യാരക്ടറിലേക്ക് പ്ലേസ് ചെയ്യായിരുന്നു. ആൻഡ് അഗൈൻ ടു ബി ഓണസ്റ്റ് വിത്ത് യു, നമ്മൾ ആ ഒരു ആന്തോളജി സീരീസ് തുടങ്ങിയതുപോലല്ല ചെക്ക്മേറ്റ് എന്ന് പറയുന്ന സിനിമയെ ഞാൻ സോ വെൻ യു ആക്ച്വലി വാച്ച് ദ മൂവി, ഇതിനകത്ത് ആദ്യം വരാൻ പോകുന്ന ലാൽ സാറിന്റെ ഒരു സെഗ്മെന്റും അത് ഭയങ്കരമായിട്ട് ഒരു അണ്ടർഡോഗ് ഡൗൺ ടൗൺ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വാഷ്ഡ് അപ്പ് ഡോൺ അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ നിന്ന് നമ്മൾ ഇമീഡിയറ്റ്ലി സ്വിച്ച് ചെയ്യുന്നത് ഒരു അഫ്ലുവന്റ് അമേരിക്കയുടെ ഒരു സൈഡിലേക്കാണ്. അവിടെയാണ് അനുവേട്ടന്റെ ഒരു CEO ക്യാരക്ടറും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിൽ നിന്ന് നമ്മൾ സ്വിച്ച് ചെയ്യുന്നത് അമേരിക്കയുടെ ഒരു സാധാരണക്കാരന്റെ കഥയിലാണ്. അപ്പൊ ഈ 3 കഥകളായിട്ട് ടെക്നിക്കലി സ്പീക്കിംഗ് ഒരു ബന്ധമില്ല. അപ്പം ആ ഒരു തോട്ട് പ്രോസസ്സിൽ നമ്മൾ ഇപ്പം രേഖയുടെ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, രേഖയുടെ ക്യാരക്ടറാണ് ആക്ച്വലി ഇത് എന്താ പറയുന്നത്, ത്രെഡ് ദാറ്റ് കണക്ട്സ് ഓൾ ദ സ്റ്റോറീസ്. അപ്പൊ ആ ഒരു സ്റ്റോറിയിലേക്ക് എത്താൻ പറ്റി എന്നുള്ളത് ഈ പറഞ്ഞ ഞാനും എൻ്റെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ബാലചന്ദർ, ഹീസ് ആക്ച്വലി ഫ്രം ചെന്നൈ, പിന്നെ സൗമ്യ രാജൻ, ശ്യാം, അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്ത് വെടിമച്ച് ഒരു 7 മാസം സൂം കോൾ ആയിരുന്നു. ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ സൂം കോളൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ. എന്നിട്ട് നമ്മൾ കഴിക്കാനൊക്കെ പോകും. അങ്ങനെ തിരിച്ചു വന്ന് പല പല ആശയങ്ങൾ എക്സ്ചേഞ്ച് ചെയ്ത് അവസാനം ഈ ഒരു കഥയിലേക്ക് എത്തിയതാണ്. അതുകൊണ്ട് ഐ വുഡ് സേ ദിസ് ഇസ് നോട്ട് an act of solitude, this is teamwork. അപ്പം ഞാൻ ഈ കഥയുടെ പറഞ്ഞ എല്ലാ വിഭാഗങ്ങളിലും എൻ്റെ പേരാണെങ്കിലും ഞങ്ങൾ ടീം വർക്കിലാണ് ഇതെല്ലാം ചെയ്തത്. എനിക്കൊന്നും എല്ലാ സിനിമയും അതുപോലാണ്, പക്ഷേ ഐ എം നോട്ട് ഇൻസെക്യൂർ ടു സ്പെൽ ഇറ്റ് ഔട്ട് ലൗഡ്. ഞാൻ തന്നെയാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്ന ഈസ്റ്റേൺ യൂറോപ്പിലുള്ള എൻ്റെ ഒരു ഫ്രണ്ടാണ് റസ്ലൻ പെരസിനോ. പക്ഷേ ഇതിലെ ചില ബാക്ക്ഗ്രൗണ്ട് സ്കോർസും പിന്നെ എല്ലാ ഗാനങ്ങളും കമ്പോസ് ചെയ്തിരിക്കുന്നത് ഞാനാണ്. ചിത്ര ചേച്ചി ഒരു പാട്ട് പാടിയിട്ടുണ്ട്. വാസ് വെരി ഫോർച്ചുനേറ്റ് ടു കൊളാബറേറ്റ് വിത്ത് ചിത്ര ചേച്ചി. പിന്നെ നിത്യാമാമൻ, KS ഹരിശങ്കർ, ലിറിക്സിസ്റ്റ് ആയിട്ടുള്ള BK ഹരിനാരായണൻ, വിനായക് ശശികുമാർ, ജോ പോൾ, ധന്യ സുരേഷ് മേനൻ, വേടൻ. അപ്പൊ ഇവരെല്ലാവരും ഞങ്ങളൊരു ഇൻഡിപെൻഡന്റ് ടീമാണെന്ന് അറിഞ്ഞിട്ടും ഞങ്ങളുടെ കൂടെ കൊളാബറേറ്റ് ചെയ്തു. ബിക്കോസ് ദേ ട്രസ്റ്റഡ് ദ സോങ്സ്. ഇപ്പൊ ഫോർ ഇൻസ്റ്റൻസ് ഹരിയുടെ ഒക്കെ അടുത്ത് ഒരു പാട്ട് നമ്മൾ കൊണ്ടുപോകുമ്പോഴത്തേക്കും അതിനനുസരിച്ചുള്ള ഒരു ആംബിഷൻ ഇല്ലാത്ത പാട്ട് ആണെന്നുണ്ടെങ്കിൽ അത് ശരിയാവില്ല, സ്റ്റേറ്റ് അവാർഡ് വിന്നേഴ്സ്. അപ്പം അവരെല്ലാം നമ്മൾ ട്രസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഇത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഓർക്കസ്ട്രയും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. അതെല്ലാം ഈ പറഞ്ഞ പോലെ സൂം കോളിലൊക്കെ കൂടിയാണ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി 10 പാട്ടുണ്ട്. ഈ സിനിമയുടെ അസംബ്ലി കട്ട്, ആദ്യത്തെ കട്ട് എന്ന് പറയുന്നത് 3 മണിക്കൂർ 20 മിനിറ്റ് ആണ്. ആ 3 മണിക്കൂർ 20 മിനിറ്റിൽ നിന്നും സിനിമ കട്ട് ചെയ്ത് പറഞ്ഞ ഒരു മെറ്റിക്കുലസ് പ്രോസസ്സിലൂടെ പോയി ഞങ്ങൾക്ക് ഒരു 16 ടൈം ലൈൻ ഉണ്ടായിരുന്നു.
ഈ 16 ടൈം ലൈനിൽ നിന്നും ആ 16 ടൈം ലൈനൊക്കെ പറഞ്ഞ പോലെ ഞങ്ങൾ വരച്ചുണ്ടാക്കി എഴുതി ഓക്കെ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജമ്പ് ഫീൽ ചെയ്യുമോ അങ്ങനെ, കാരണം നോൺ ലീനിയർ സിനിമയാണത്. ഒരു 1+1=2 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ അല്ല. പറഞ്ഞ പോലെ എന്താ പറയുന്ന ഒരു ഹീറോ ഉണ്ട്, ഹീറോയ്ക്ക് ഒരു ഡൗൺഫോൾ സംഭവിക്കുന്നു, ആ ഡൗൺഫോളിൽ നിന്നും ഹീറോ എങ്ങനെ കരകയറുന്നു എന്നുള്ളൊരു സാധാരണ ഫോർമുല അല്ല ഈ സിനിമയ്ക്കകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരുന്നു. പല പല ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്ത് ഈ 16 ടൈം ലൈനിൽ നിന്നും ഞങ്ങൾ സെലക്ട് ചെയ്ത ടീമായിട്ട് ഞങ്ങൾ സെലക്ട് ചെയ്ത ഒരു ടൈം ലൈനാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണാൻ പോകുന്നത്. അങ്ങനെ വയനാട് ഇഷ്യൂ അഡ്രസ് ചെയ്യണം. യുനോ ഇതുപോലെ ഇത്രയും വലിയൊരു ദുരന്തം ആക്ച്വലി നമ്മുടെ കേരളം കണ്ടിട്ടില്ല. ഞങ്ങൾ അമേരിക്കയിലാണെങ്കിലും ഇപ്പം എൻ്റെ ഫീൽഡിൽ വരുന്ന എല്ലാം മലയാളി ന്യൂസുകളാണ്. ഇപ്പം വാർത്ത നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും പ്ലേ ചെയ്യുന്ന മലയാളി ന്യൂസുകളാണ്. അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അമേരിക്കയിലാണെങ്കിലും മലയാളികൾ എന്നുള്ള അതൊരു സത്യമാണ്. ഇപ്പം അവിടെയാണെങ്കിലും നമ്മുടെ കൂട്ടുകാരും എല്ലാം മലയാളി എന്ന് പറയുന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ഐഡന്റിറ്റി. അതിപ്പോൾ ഏതൊരു പ്രവാസിക്കും അതുപോലെയാണ്. അതുകൊണ്ട് തന്നെ വളരെ വിഷമമുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇതുപോലെ നമ്മൾ ഫസ്റ്റ് ഹാൻഡായിട്ട് കാണുന്നു. നമ്മൾ അനുവേട്ടനും ലാൽസാറും ഞങ്ങൾ ടീമെല്ലാമായിട്ട് നമ്മൾ ഇത് ചെയ്യുന്നു. ഇപ്പം ആളുകൾ ക്യാമ്പുകളിലാണ്. അതൊരു വല്ലാത്ത ഒരു സിറ്റുവേഷനാണ്. അതിൽ നിന്നും നമ്മൾ കരകയറും. യുനോ ടുഗദർ യുനോ വി വിൽ സർപാസ് ദാറ്റ്. അപ്പൊ നമ്മൾ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് അഗൈൻ ലാൽസാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പബ്ലിസിറ്റി രീതിയിൽ പറയരുത്. പക്ഷെ ഓണസ്റ്റ്ലി പറയാണ്, ഞങ്ങളിവിടെ മെട്രോ പില്ലേഴ്സും പിന്നെ 8x8 ബോർഡ്സ് അങ്ങനെ കുറച്ച് പ്രൊമോഷണൽ സംഭവത്തിനൊക്കെ മാറ്റി വെച്ചിരുന്ന ഒരു തുക, അത് എൻ്റെ ഐഡിയ അല്ല. ടീമിൽ ഞങ്ങൾ എനിക്കൊന്ന് കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ഡിസൈഡ് ചെയ്തു അത് വയനാട് ഇതിലേക്ക് നമ്മളെ കൊണ്ട് പറ്റുന്നതല്ലേ പറ്റൂ. ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങളെ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ല വെറുതെ സംസാരിച്ചിരുന്നുകൊണ്ടിട്ടൊന്നും കാര്യമില്ല. അത് വലിയൊരു തുകയൊന്നുമല്ല, പക്ഷെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങളത് ശ്രമിക്കുന്നുണ്ട്. അതൊരു സിനിമയുടെ ഭാഗമായിട്ടൊന്നുമല്ല, ഒരു ഹ്യൂമാനിറ്റേറിയൻ നമ്മുടെ ആളുകളാണ് എന്നുള്ള ഒരിത്. പിന്നെ ടു അഡ്രസ് ദ ക്വസ്റ്റ്യൻ, സത്യം പറഞ്ഞാൽ എൻ്റെ ഡിപ്പാർട്ട്മെന്റ് അല്ല. ഞാൻ ഡയറക്ടറാണ്. തിയേറ്ററിൽ ആള് കയറുമോ എന്നൊക്കെ ഉള്ള അത് നമ്മുടെ ഒരു വിശ്വാസമാണ്. അതുപോലെ മലയാളി ഓഡിയൻസിലുള്ള ഒരു വിശ്വാസമാണ്. പിന്നെ ഈ ഒരു സമയത്ത് സിനിമ ഇറക്കുന്നതെന്ന് പറയുമ്പോൾ സിനിമ എന്റർടൈൻമെന്റ് ആണെങ്കിലും അതും ഒരു ജോലിയാണ് അല്ലേ. നമുക്ക് എല്ലാവർക്കും ഓഫീസിൽ പോകേണ്ടത് പോലെ അതിനെ റിലൈ ചെയ്യുന്ന ആളുകളുണ്ട്. പിന്നെ നമുക്ക് പല പല പ്രൊഡ്യൂസേഴ്സായിട്ട് ഒബ്ലിഗേഷൻസ് ഉണ്ട്, നമ്മൾ സൈൻ ചെയ്ത കോൺട്രാക്ട്സ് ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായി മാത്രമാണ്. അല്ലെങ്കിൽ പിന്നെ 8-ാം തീയതി 9-ാം തീയതി ഒക്കെ ആയിട്ട് 5-6 സിനിമകളൊക്കെ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പം അതാണ് എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്. അമേരിക്കൻ മൂവിയൊക്കെ വരുമോ നിങ്ങളെന്ന്? പാൻ അമേരിക്കൻ മൂവി ഫോർ ഷുവർ. അതായത് ഇതിനകത്ത് കൂടുതലും ഞാൻ പല ഡിപ്പാർട്ട്മെന്റ്സ് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള കാരണം തന്നെ നമ്മൾ അതിന് അതായത് ബാക്കി ലൊക്കേഷൻസ് ഫോർ എക്സാമ്പിൾ അമേരിക്കയിലെ കണക്ടിക്കട്ടിലെ പാർലമെന്റ് നമ്മളവിടെ ഫിലിം ചെയ്തു. അതായത് ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് സെനറ്റേഴ്സിനെ അഡ്രസ് ചെയ്യുന്ന ആ റൂമിൽ വി വർ ഫോർച്യുനേറ്റ് എനഫ് ടു ഫിലിം സീക്വൻസ്, ആക്ച്വലി 3 സീക്വൻസസ്. പിന്നെ ഒരു സീക്വൻസ് അവിടുത്തെ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ് റൂമിൽ നമ്മൾ ഫിലിം ചെയ്തു. അപ്പൊ അതിനൊക്കെ ഭീമമായ ഒരു തുക നമുക്ക് ചെലവാക്കേണ്ടി വന്നു. കാരണം അവിടുത്തെ പാർലമെന്റ് അല്ലേ, ഇപ്പൊ ഈ പട്ടാളക്കാർ ഈ വലിയ തോക്കൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ $400 പെർ അവർക്ക് കൊടുത്ത് നമ്മൾ നിർത്തേണ്ടി വന്നു. അത് അവരുടെ ഒരു മാൻഡേറ്റ് ആണ്. അപ്പൊ അങ്ങനെ പിന്നെ 4 സീസൺസ് നമ്മൾ കവർ ചെയ്തു. അപ്പൊ അതുകൊണ്ട് വിച്ച് ഇസ് ഓൾസോ പാർട്ട് ഓഫ് ദ റീസൺ ഈ ഗ്രീൻ സ്ക്രീൻ വെച്ച് ചെയ്യാതെ 4 സീസൺസ് നമ്മൾ കവർ ചെയ്തു. ആക്ച്വൽ സീസൺസ് നമ്മൾ പോയി ഷൂട്ട് ചെയ്തു. പിന്നെ അവിടുത്തെ ഒരു ഡൗൺ ടൗണിലെ ലാൽസാറിന്റെ സീക്വൻസ് മുഴുവൻ നടക്കുന്ന അവിടുത്തെ ഹാർട്ട്ഫോർഡ് പോലീസ് അക്കാഡമിയുടെ ബോക്സിംഗ് റിങ്ങിലാണ്. പിന്നെ നെറ്റ്ഫ്ലിക്സിലൊക്കെ സ്റ്റൺ കൊറിയോഗ്രാഫി ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ സ്റ്റൺ കൊറിയോഗ്രാഫറിന് ഉപയോഗിച്ചിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് ബോസ്റ്റൺ ന്യൂയോർക്കിലൊക്കെ വെൻഡേഴ്സ് ആയിട്ട് നിൽക്കുന്ന ആളുകളെയാണ്. അപ്പൊ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല. എന്നാലും ഒരു എത്ര കോടി മുടക്കി? അത് ഉദ്ദേശം എന്റെ അടുത്ത് സുരേന്ദ്ര പറഞ്ഞു, പ്രൊഡക്ഷൻ മാനേജറായിട്ട് അത് റിവീൽ ചെയ്ത് എന്തോ കോൺട്രാക്ച്വൽ സംഭവം എനിക്കറിയില്ല. അല്ല, ഒരു ഉദ്ദേശം പറഞ്ഞാൽ മില്യൺസ് ബില്യൺസ് മില്യൺസ് എടുത്തിട്ടില്ല. ഞാൻ ആസ് എ ഡയറക്ടർ എടുത്തിട്ടില്ല. രേഖ നൺ ഓഫ് us are paid. നമ്മൾ ആരും ഇതിനകത്ത് ചെയ്തിട്ടില്ല. അപ്പം അഗൈൻ ജസ്റ്റ് ടു പുട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ടുഗദർ റൈറ്റ്, നമ്മുടെ ടീമിലെ സൗമ്യ ക്വാളിറ്റി ചെയ്തൊരു ഇതുണ്ട്. ക്ലോസ് ടു 40,000 hours, അതായത് ഒരു 40,000 മണിക്കൂർ നമ്മൾ ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മാൻ അവേഴ്സ്, 86 days ഓഫ് ഷൂട്ട്, 125 days ഓഫ് റൺ ആൻഡ് ഗൺ എല്ലാം കൂടെ കൂട്ടി. അതുകൂടാതെ ക്ലോസ് ടു 10,000 റഷസ് എന്ന് പറയുന്ന ആക്ച്വൽ ക്ലിപ്സ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്നെല്ലാം ഈ പറഞ്ഞ അസംബ്ലി കട്ട് 3.5 മണിക്കൂർ 4 മണിക്കൂറിന്റെ സാധനമാണ് 2 മണിക്കൂർ 5 മിനിറ്റ് 2 സെക്കൻഡിലേക്ക് നമ്മൾ കൊണ്ട്
എത്തിച്ചിരിക്കുന്നത്. അപ്പം ബഡ്ജറ്റ് പൈസ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അമേരിക്കയിൽ 1 മണിക്കൂർ ഒരാളെ ഹയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഒരു സ്കിൽഡ് തൊഴിലാണെങ്കിൽ, ഇപ്പോൾ ഒരു ഫോക്കസ് പുള്ളർ പോലൊരു സ്കിൽഡ് തൊഴിലാണെന്നുണ്ടെങ്കിൽ അതൊരു റേറ്റ് ആണ്. അതല്ല അവർക്കൊരു ഗ്രിപ്പ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റിംഗ് ബോയ് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് അവർക്ക് വെറുതെ അങ്ങനെ പൈസ കൊടുക്കാൻ പറ്റില്ല. $15 an hour അത് മിനിമം വേജ് ആണ്. $15 an hourൽ അമേരിക്കൻ US ഡോളേഴ്സിൽ സിനിമ ഉണ്ടാക്കി ആ ഒരു കൺവേർഷൻ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു തുക വന്നിട്ടുണ്ട്. അതാണ് വന്നിരിക്കുന്നത്. തന്നെയും തിരിച്ചു പിടിക്കാൻ എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച് സർ. ഷുവർ വെൽക്കം. ബറൂസോ ഈസ് ആക്ച്വലി ഒരു ആക്ടറാണ് അവിടുത്തെ. പുള്ളി ഇതിനകത്ത് US-ലാണ്. പുള്ളി ഈസ് എൻ അമേരിക്കൻ. പുള്ളി കൂടാതെ ഇപ്പം ലെസ്ലി നോവൽ റമോസ്, ലെസ്ലി, ഗാരി, ഒത്തിരി അമേരിക്കൻ ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മലയാളം സബ് ടൈറ്റിൽസ് ചില ഭാഗങ്ങളിൽ, നമ്മൾ അമേരിക്കൻ ഇംഗ്ലീഷ് വരുന്ന ചില ഭാഗങ്ങളിൽ എനിക്കതിന്റെ പേഴ്സണലി എൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, പക്ഷേ ഭാഗങ്ങളിൽ നമ്മൾ മലയാളം സബ് ടൈറ്റിൽസ് തിയേറ്റേഴ്സിന് വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അവര് ഇപ്പൊ തന്നെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്, ഇപ്പം ഞാനവിടെ ചെന്ന സമയത്ത് എൻ്റെ ഇംഗ്ലീഷ് അത്ര നല്ലതൊന്നും അല്ലായിരുന്നു. അപ്പൊ അവിടെ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ളത് ഭാഷ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ടൂളുമായിട്ട് മാത്രമാണ്. അതിനെ ഒരു ഭാഷയെ വെച്ചിട്ട് ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് അമേരിക്കൻസ് ഒരിക്കലും കാണാറില്ല. അവർക്കൊരു കാര്യം മനസ്സിലായില്ലെങ്കിൽ കെൻ യു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ് എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അക്സെപ്റ്റൻസ് ആണ്, നമുക്ക് എല്ലാവർക്കും അവിടെ അക്സെപ്റ്റൻസ് ആണ്. പിന്നെ അവർ നമ്മുടെ സ്കില്ലിനെയും കൾച്ചറിനെയും ഒക്കെ ഒത്തിരി അധികം സ്നേഹിക്കുന്ന, നമ്മുടെ മാത്രമല്ല ഏതൊരു കൾച്ചറിനെയും ഒത്തിരി അധികം റെസ്പെക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ആളുകളാണ്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു ക്രോസ് കൾച്ചറൽ കൊളാബറേഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞ പോലെ എന്റെ ഐഡിയ എന്ന് പറയുന്ന ഒരു ക്രോസ് കൾച്ചറൽ കൊളാബറേഷൻ, ഒരു മൂവി ഫ്രെറ്റേണിറ്റി ഉണ്ടാക്കുക. അപ്പൊ അവിടെ മലയാളികൾ മാത്രമല്ല ആർക്കും ഇപ്പൊ കൊറിയൻ സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അക്സെപ്റ്റൻസിലേക്ക് എത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ കമ്പനിയുടെ ഒരു ലക്ഷ്യം. ഒരു മൂവിയുടെ പ്രൊഡക്ഷൻ ക്രൂവിൽ എത്ര പേരുണ്ടാവും? ഒരു ഈസിലി ഒരു 1000. ആർട്ട് ഡിപ്പാർട്ട്മെന്റ് മേ ബി ഒരു 50 ആൾക്കാർ, കോസ്റ്റ്യൂം മേ ബി അനദർ 50. അങ്ങനെ ഒരു വലിയ ക്രൂ ആയിരിക്കത്തില്ലേ? ഒരു സിംഗിൾ നമ്മുടെ ഫുൾ ക്രൂ എടുത്തു കഴിഞ്ഞാൽ ഹാർഡ്ലി 20-25 അത്രയും പേര് ചേർന്നാണ് ഈ മൂവി ഉണ്ടാക്കിയിരിക്കുന്നത്. മനസ്സിലായത്? അപ്പം അതാണ് മുമ്പ് പറഞ്ഞത്. ഇപ്പൊ എല്ലാ മൂവീസും എടുക്കുന്നത് എഫേർട്ട് ഇട്ടിട്ടാണ്. ഒരുപാട് ഹാർഡ് വർക്ക് എല്ലാ മൂവീസിന്റെയും ബിഹൈൻഡിലുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇറ്റ് വാസ് ഇവൻ മോർ ഹാർഡ്. ഇറ്റ് വാസന്റ് ഈസി. ഞാൻ ലാസാറിന്റെ അനുവേട്ടന്റെ കോസ്റ്റ്യൂം ഒരു പ്രശ്നമാണല്ലോ, അവിടെ സൈസ് ഒരു പ്രശ്നമാണല്ലോ. അപ്പൊ അവിടെ അമേരിക്കയിൽ ഏറ്റവും ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് മേടിച്ചാലും റിട്ടേൺ ചെയ്യാം, റൈറ്റ്? അപ്പൊ അതുകൊണ്ട് ഞങ്ങള് അനുവേട്ടന്റെയും ലാസാറിന്റെയും ലാർജ്, XL, XXL ഇതിന്റെ 3 വേരിയേഷൻസ് ആണ് നമ്മൾ മേടിച്ച്. എനിക്ക് തോന്നുന്നു ഒരു മാസത്തോളം എന്റെ വീടിന്റെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് പോലെയായിരുന്നു. കാരണം ഇതിന്റെ കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്ന സ്വപ്നിൽ പത്ര എന്നുള്ളൊരു സുഹൃത്തും പിന്നെ എന്റെ വൈഫ് മീര നായരുമാണ്. അപ്പം ഇതെല്ലാം അവര് കറക്റ്റായിട്ട് അത് മാനേജ് ചെയ്ത് അത് പാക്കേജ് ചെയ്ത് സെലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച്, എന്നിട്ട് ലാൽസാർ വന്ന ദിവസം അതിനുവേണ്ടി തന്നെ ഞങ്ങൾ ഒരു വണ്ടി അറേഞ്ച് ചെയ്തു. ഇത് ലാൽസാർ ഇത് കണ്ടു കഴിയുമ്പോൾ ഇതെന്താണത് നമ്മൾ സാറേ, ഇപ്പൊ ഷൂസ് ആണെന്നുണ്ടെങ്കിൽ 3-4 സൈസ് മേടിച്ചിട്ട് അതെല്ലാം ഞങ്ങള് ഈ പറയുന്ന കടകളിൽ റിട്ടേൺ ചെയ്യാനായിട്ട് എളുപ്പമാണ്. അവിടെ ഒരു പ്രശ്നമില്ല. ഒബിയസ്ലി അതിനെ മിസ്യൂസ് ചെയ്യുന്ന ആളുകളും ഉണ്ട്. പക്ഷെ അങ്ങനെ റിട്ടേൺ ചെയ്ത് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തതാണ്. കാരണം അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വി കാൻ ഫൂൾ അറൗണ്ട്, റൈറ്റ്? രതീഷ് മുമ്പ് പറഞ്ഞില്ലേ, അപ്പോൾ ഞാൻ പ്രൊഡക്ഷൻ മാനേജറിന്റെ റോളും ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിനകത്തൊരു റോളും ചെയ്തിട്ടുണ്ട്. മൂവിയിലും ഞാൻ ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറയും ബിഹൈൻഡ് ദ ക്യാമറയും വർക്കുണ്ട്. ഇപ്പം ആക്ട് ചെയ്തിട്ട് ഇമ്മീഡിയറ്റ്ലി പോയി ചിലപ്പോൾ ചോറ് വളർത്തി വരും. അല്ലെങ്കിൽ എല്ലാ ജോലിയും ഈ 18 പേര് എല്ലാവരും എല്ലാ ജോലിയും ചെയ്തവരാണ്. മനസ്സിലായി? ആക്ടിങ് മാത്രമല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ 18 മെമ്പർ ക്രൂ വെച്ചിട്ട് മൂവി ഫിനിഷ് ചെയ്യാൻ പറ്റിയത്. അപ്പം പിന്നെ അതല്ലാതെ ഷൂട്ടിന്റെ സമയത്ത് നമ്മളെല്ലാവരും അവധി എടുത്ത് ഡെഡിക്കേറ്റഡ് ടൈം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തു. അപ്പം ആ ഒരു ടൈമിലെല്ലാം നമുക്ക് തലയിൽ പല കാര്യങ്ങളാണ് നോക്കുന്നത്. ആക്ടിങ് ഇസ് വൺ തിങ്. ഇപ്പം ഡാൻസറും അനുഭവത്തിനെല്ലാം വരുന്ന സമയത്ത് നമ്മൾ we have to be very conscious. As an actor, we have to be very clear in our script. We need to know നമ്മൾ എങ്ങനെ ഡെലിവർ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ അത് കഴിഞ്ഞ് ബാക്കിയുള്ള ആക്ടിവിറ്റീസിൽ നമ്മളെ കൂട്ടത്തിലുള്ള എല്ലാവരും പല കാര്യങ്ങളിൽ ഇപ്പോൾ ഫുഡ് പിക്ക് ചെയ്യാൻ പോവുക, അല്ലെങ്കിൽ കാര്യങ്ങൾ സെറ്റ് ചെയ്യുക, പ്രോപ്സ് നോട്ട് ചെയ്യുക, അങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക്
എനിക്ക് തോന്നുന്നു ഒരു കാര്യത്തിൽ നമുക്കിപ്പം ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് തോന്നിയത് അത് ലാൽ സാർ നമ്മളടുത്ത് രണ്ടു പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ടിന്യൂറ്റി. അപ്പോൾ പല സമയത്തും കണ്ടിന്യൂറ്റി ഷോട്ട്സ് ആണ്. ലാൽ സാർ തൊപ്പിയിലിട്ട് കണ്ണാടികളെ വെച്ച് ഉള്ളൊരു ക്യാരക്ടറാണ്. പക്ഷെ അതിൻ്റെ ഒരു ഭംഗി എന്ന് വെച്ചാൽ ലാൽ സാറിന് കണ്ടിന്യൂറ്റി നല്ല ധാരണയുണ്ട്. ലാൽ സാർ നമ്മളടുത്ത് ചോദിക്കും, ഞാൻ ഇതിൻ്റെ മുമ്പ് എങ്ങനെയാണ് തൊപ്പി പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് നമ്മൾ നോട്ട് ചെയ്തില്ല. ലാൽ സാർ എപ്പോഴും പറയുന്നത് കണ്ടിന്യൂറ്റി ഇസ് എ ഗെയിം ചേഞ്ചർ സിനിമയിൽ. അത് നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സീനുകൾ കറക്റ്റായിട്ട് ചെല്ലാവത്തില്ല. അപ്പോൾ അത് ഭയങ്കര ഒരു വലിയ പാഠമായിരുന്നു നമുക്ക്. അല്ല, അദ്ദേഹം മൾട്ടി ആക്ടറാണ്, സംവിധായകനാണ്, അറിയില്ലോ. അത് ഓൾ ദ ബെസ്റ്റ് ചേട്ടാ ഇദ്ദേഹത്തിന്. രതീഷ് പറഞ്ഞ നല്ല സൈഡാണ് പറഞ്ഞത്. അത് കേൾക്കാൻ രസമുണ്ടായിരുന്നു. ചിത്ര ചേച്ചിക്ക്, വേദൻ, ഹിരൺ, എല്ലാം നിത്യമോഹൻ, എല്ലാം നല്ല പേരുകളാണ്. സോ അവര് നമ്മളോട് സഹകരിച്ചു, നമ്മളെ ട്രസ്റ്റ് ചെയ്തു. പക്ഷേ ഓൺ ദ അതർ സൈഡ് നമുക്ക് ഒരുപാട് നെഗറ്റീവ് കമൻസ് കിട്ടിയിട്ടുണ്ട്. നമ്മളെ ഇൻസൾട്ട് ചെയ്ത ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. നമ്മളെ പുച്ഛിച്ച സമയങ്ങളുണ്ടായിട്ടുണ്ട്. നമ്മൾ ആരോടും തിരിച്ചൊന്നും പറഞ്ഞിട്ടില്ല. വി അണ്ടർസ്റ്റാൻഡ് ദെയർ സ്റ്റാൻഡ് പോയിന്റ് ടു. നമ്മൾ പുതിയ ആൾക്കാരാണ്, അപ്പം അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് നമുക്കുണ്ട്. വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പാർട്ട്. പക്ഷെ എന്നാലും ഞാൻ ഐ വാണ്ടഡ് ടു ഹൈലൈറ്റ് ദാറ്റ് പാർട്ട്. ഇറ്റ് വാസ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു സൈഡുണ്ട്. പിന്നെ അവിടുത്തെ സംബന്ധിച്ച് ലോക്കൽ ഒരുപാട് ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം മാർഷൽ ആർട്സ് അക്കാദമി, അവിടുത്തെ ലോക്കൽ ചർച്ചസ് ഷൂട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു കാര്യം ചോദിച്ചത്, അടുത്തൊരു സിനിമ ചെയ്യുമ്പോഴേ ഡെഫിനറ്റ്ലി അത് നല്ലൊരു തോട്ടാണ്. കാരണം എനിക്ക് തോന്നുന്നത് കൂടുതലും നമ്മുടെ ഇവിടെ പ്രാക്ടീസ് ചെയ്യപ്പെടുന്ന കരിക്കുലം എനിക്ക് തോന്നുന്നത് കൂടുതലും ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസ്ഡ് ആണ്. അതായത് പണ്ട് കാലത്ത് ഇപ്പം പല നിയമങ്ങളാണെങ്കിൽ പോലും ബ്രിട്ടീഷുകാരുടെ വളരെയധികം ഒരു ഇൻഫ്ലുവൻസ് ഉള്ള ഒരു കരിക്കുലമാണ് നമ്മുടെ നാട്ടിൽ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഞാനും. ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് അമേരിക്കയിൽ ഇപ്പം എൻ്റെ മോള് ഇപ്പം സ്കൂളിൽ പോകുന്നുണ്ട്. അവരെയൊക്കെ വെറുതെ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയാണ്. എന്നിട്ട് ഒരു മിനിമം ഒരു 7ാം ക്ലാസ് ആവുന്നതും വരെ ടീച്ചേഴ്സ് ആർ ഓൾസോ കൈൻഡ് ഓഫ് ട്രൈങ് ടു ഫൈൻഡ് ഔട്ട് ഇവരുടെ ഇൻട്രസ്റ്റ് ഏതിലാണ് എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് അവർ വളരെയധികം ശ്രമിച്ചിട്ട് അതിൻ്റെ ബേസിസിലാണ് ഇവരെ മോട്ടിവേറ്റ് ചെയ്യുന്നതും അവരുടെ ആ ഒരു ഇത് കണ്ടുപിടിക്കുന്നത്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇപ്പം മാർക്ക് കിട്ടാതെ പോവുക എന്ന് പറയുന്നത്, ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് 4 മാർക്കിനാണ് 10ാം ക്ലാസ്സിൽ ഡിസ്റ്റിങ്ഷൻ പോയത്. റൈറ്റ്? ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ കരിദിനങ്ങളായിരുന്നു. അതായത് ഞാനിനി എന്തിന് പഠിക്കണം എന്നുള്ളൊരു ലെവലിലേക്ക്, കാരണം എൻ്റെ ചേട്ടൻ ചേച്ചിക്കും ഡിസ്റ്റിങ്ഷൻ ഉണ്ട്, എന്തിന് പഠിക്കണം. അപ്പൊ ആ സമയത്ത് എന്താ പറയുക, വീട്ടിലാരും സംസാരിക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും, ആ ഒരു ലെവലിലേക്ക് പോയി. അപ്പൊ ഇന്ന് ഞാനത് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ശരിയാണ് വരുന്നത്. കാരണം മാർക്കിന്റെ ബേസിസിലാണ് ജോലി കിട്ടുക, അതായത് ഡിഗ്രി എടുക്കുക, ജോലി കിട്ടുക എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. പക്ഷെ ഇപ്പൊ അവിടുത്തെ ഇപ്പൊ ഫേസ്ബുക്കിന്റെ ഫൗണ്ടർ മാർക്ക് സക്കർബർഗ്, പുള്ളി ഡ്രോപ്പ് ഔട്ടാണ്. അതുപോലത്തെ അവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. നമ്മളെ ആരും അത് വെച്ചിട്ട് ജഡ്ജ് ചെയ്യില്ല. അതായത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്, ദ വേ യു ഡ്രസ്, ദ വേ യു ടോക്ക്, ദ വേ യു ഈറ്റ്, അതൊക്കെയാണല്ലോ അമേരിക്കയെയും ബ്രിട്ടീഷുകാരെയും വ്യത്യസ്തമാക്കിയത്. ആ ഒരു സ്റ്റീരിയോ ടൈപ്പ് ബ്രേക്ക് ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അമേരിക്കയിൽ എല്ലാവരും ഒരു സൈഡിലും, ഇവിടെയുള്ള UK-യിലുള്ള ആളുകൾ ഒരു സൈഡിലും, അവിടെ കിലോഗ്രാം, ഇവിടെ പൗണ്ട്, അവിടെ നമ്മൾ കുത്തുന്ന പ്ലഗ് ആണെങ്കിൽ പോലും, അവരുടെ മെട്രിക്സ് ആണെങ്കിൽ പോലും പൗണ്ട്, കിലോഗ്രാം, അവർക്ക് എല്ലാത്തിലും ഒരു ചേഞ്ച് വേണമായിരുന്നു. അതുകൊണ്ടാണ് അവർ ക്രിക്കറ്റിനെ സപ്പോർട്ട് ചെയ്യാത്തത്. ബിക്കോസ് ഇറ്റ്സ് എ കൊളോണിയൽ ഗെയിം. അവർക്ക് എല്ലാത്തിലും ഒരു ചേഞ്ച് വേണം എന്നുള്ളൊരു ആശയത്തിലാണ്. അപ്പൊ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ് അവിടുത്തെ രീതികൾ, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ഇവിടുത്തെ മോശമാണെന്നല്ല പറയുന്നത്. ഐ എം എ പ്രോഡക്റ്റ് ഓഫ് ഇവിടുത്തെ സ്കൂളിലോ പഠിച്ചതുകൊണ്ടാണ് എനിക്ക് വിദ്യാഭ്യാസം ലഭിച്ചത്, അതൊന്നുമല്ല പറയുന്നത്. പക്ഷേ എനിക്കൊന്ന് സിസ്റ്റം ഡെഫിനറ്റ്ലി മാറണം. അത് താങ്കൾ പറഞ്ഞത് കറക്റ്റാണ്. ഞാൻ അതിനെ വെച്ചൊരു സിനിമ എടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ഒരു ചെറിയൊരു പ്ലോട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് കളിക്കകത്ത്. എപ്പോഴും പറയുന്നത്, ഞാൻ പലവട്ടം പറയുന്നത്, യു ട്രൈങ് ടു ഒരു മീനിനെ മരം കയറാൻ പഠിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ. അത് എനിക്കത് പറഞ്ഞേ പറ്റൂ, കാരണം ഞാനത് ഒത്തിരി അനുഭവിച്ചതാണ്. എന്ന് വെച്ചാൽ ഇപ്പം ഐ ബിലീവ് എന്നെ ഏറ്റവും കൂടുതൽ ഡ്രൈവ് ചെയ്തിരുന്നത്, എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തിരുന്നത് ആർട്ട് ബേസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളായിരുന്നു. ഇപ്പം ഫോർ ഇൻസ്റ്റൻസ് റിമാർക്സ് ലൈക്ക് നീയൊന്നും പഠിച്ചിട്ടൊരു കാര്യമില്ല, ഞാൻ എത്ര കേട്ടിട്ടുള്ളതാണ്.
നീ പഠിച്ചിട്ട് ഒരു കാര്യമില്ല എന്നുള്ള രീതിയിൽ കേട്ടിട്ടുള്ള ഇപ്പം ബന്ധുക്കളുടെ അടുത്തു നിന്നും ടീച്ചർമാരുടെ അടുത്തു നിന്നും അവരുടെ മോശമെന്നല്ല, ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യണം, എന്റെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യണം. പക്ഷെ ആ ഒരു സൈഡിനെ വളർത്തിയെടുക്കാനായിട്ട് ഉള്ളൊരു സിസ്റ്റം ഇവിടെ ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് ഈ 40-ാമത്തെ വയസ്സിൽ ഞാൻ ഇതുപോലൊരു സിനിമ ചെയ്യുന്നത്. മേ ബി 20-ാമത്തെ വയസ്സിൽ ഞാൻ ചെയ്തേനെ, കാരണം സ്കൂളിൽ ഡ്രാമയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. 40 വയസ്സായല്ലേ? 40 വയസ്സായി. അപ്പോൾ ഒരു സംശയം, ഈ പലരുടെയും സ്വപ്നഭൂമി എന്ന് പറഞ്ഞാൽ അമേരിക്കയാണല്ലോ അല്ലേ? അപ്പോൾ നിങ്ങളാരെയും PR ഒക്കെ എടുത്തവരാണോ? അതോ ഈ വേറെ ചോദ്യം കൂടെ, ശരിക്കും ഈ സിനിമ കണ്ടാൽ അമേരിക്കേൻ്റെ ഒരു ഏകദേശം ഇതാണ് കിട്ടുമോ? അമേരിക്ക കണ്ടൊരു ഫീൽ കിട്ടുമോ? കിട്ടുമല്ലോ അല്ലേ? അങ്ങനെ തന്നെയാണ് അത് ആർക്കിടെക്ട് ചെയ്തത്. പുതിയ ന്യൂജൻ ഔട്ട്ഡോർ ഷോട്ട്സിലാണ് നമ്മൾ, ബിക്കോസ് വി വാണ്ട് ടു ബ്രിങ് ഇൻ ദാറ്റ് ആ ഒരു എസ്തെറ്റിക്സ്, റൈറ്റ്? അത് കൊണ്ടുവരണമായിരുന്നു. കാരണം സിനിമ ഇപ്പോൾ ഒരു സിനിമ ഒരു കമോഡിറ്റി ആയിട്ട് അഗൈൻ കമോഡിറ്റി ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ വി ആർ ട്രൈങ് ടു സെൽ സംതിങ് അല്ലേ? ഇപ്പോൾ ഒരു റൂമിനകത്ത് വെച്ചിട്ട് അമേരിക്കയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ആ ഒരു ഗ്രാൻഡ്യൂർ, ഇവിടെയും ഉണ്ട് ആ ഒരു ഗ്രാൻഡ്യൂർ. ഇവിടെ ഇപ്പൊ നമുക്കൊരു നേച്ചർ ആയിരിക്കും. ഇപ്പൊ എന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, ഇപ്പൊ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഏറ്റവും എന്റെ ലൈഫിൽ എനിക്ക് എടുക്കാൻ താല്പര്യമുള്ള ഒരു പ്ലോട്ടുണ്ട്. ആ പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു ആക്ച്വലി എന്റെ സാധനം നടക്കുന്നത് ഒരു ഗ്രാമത്തിലും ഒരു പറമ്പിലുമാണ്. എന്റെ മനസ്സിലുള്ള ഒരു ആശയമാണ്, റൈറ്റ്? അപ്പം ഇവിടെ അതിനുള്ള ആ ഒരു ഭംഗിയുണ്ട്. പക്ഷെ അമേരിക്കയിലുള്ള സംഗതികൾ, ന്യൂയോർക്ക് സിറ്റി, റൈറ്റ്, അതിന്റെ ഒരു ഗ്രാൻഡ്യൂർ, ആ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ആ ഒരു സംഭവം ആളുകൾ കണ്ടു കഴിഞ്ഞാൽ അത് ഒരു വ്യത്യസ്തമായ ഒരു സംഭവമായിരിക്കും. വ്യത്യസ്തതയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമ്മൾ, അല്ലെ? വ്യത്യസ്തമായ ഒരു സംഭവം കാണുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും എന്നുള്ളൊരു ഐഡിയയിലാണ് നമ്മളത് ഔട്ട്ഡോർ ഷോട്ട്സെ കുറിച്ച് പ്ലാൻ ചെയ്തത്. അത് മാത്രമല്ല, അമേരിക്കയില് എല്ലാവർക്കും ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളത്. അമേരിക്ക പറഞ്ഞാൽ ഭയങ്കര പൈസയും കോൺക്രീറ്റ് ജംഗിൾ, CEOs, അങ്ങനത്തെ ഒരു സെറ്റപ്പ്. ഇത് നമ്മൾ രണ്ടും കാണിച്ചിട്ടുണ്ട്. സൈഡിൽ ആൾക്കാരുണ്ട്. പണ്ട് ചിത്രത്തില് പോലാലോ അതുപോലെ ദരിദ്രവാസിയായ അമേരിക്കനോ സായിപ്പോ എന്ന് പറഞ്ഞ പോലെ ആക്ച്വലി ഉണ്ട്. ഇല്ല, കാറിലൊക്കെ വീടില്ലാത്തൊരു കാറിലൊക്കെ താമസിക്കില്ലേ അവിടെ? ഇഷ്ടമുണ്ടല്ലോ. അപ്പൊ നമ്മുടെ സിനിമയില് രണ്ടും കാണാൻ പറ്റും. അതൊരു ഐ ഓപ്പണിംഗ് സാധനമാണ്. ചില ആളുകൾ ആക്ച്വലി അവരുടെ വീട് വിറ്റിട്ട് അവർ ക്യാരവൻ എടുത്തിട്ട് അവർ ട്രാവൽ ചെയ്യും. അവർ ഈ പറഞ്ഞ പല സ്ഥലങ്ങളിലൊക്കെ ട്രാവൽ ചെയ്ത്, ക്യാരവാൻ എന്ന് പറയുന്നത് അവിടെ ഒരു ഭയങ്കര സംഭവമാണ്. കാരണം പല സ്ഥലങ്ങളിൽ എല്ലാ സ്റ്റേറ്റിലും ചെന്ന് കഴിഞ്ഞാൽ ക്യാരവാനിലുള്ള വേസ്റ്റ് ഡംപ് ചെയ്യാനും അതിനൊക്കെ ഉള്ള പ്രൊവിഷൻസ് ഉണ്ട്. എന്നിട്ട് അവർ അങ്ങ് കറങ്ങുകയാണ് വീടൊക്കെ വിറ്റിട്ട്. എനിക്കൊരു ചോദ്യം, ഈ ഇതിനു മുമ്പ് നമ്മളിപ്പോ എന്റെ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയിൽ ഞാൻ കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ അമേരിക്കൻസും അവരുടെ ഇപ്പം എനിക്കൊന്ന് റാൻഡ് ചെയ്ത ഒരു ഇന്റർവ്യൂവിൽ അത് പറയുകയും ചെയ്തു. അവരുടെ ഭാഷ എന്ന് പറയുന്നതിനെക്കാട്ടിലും മേലെയാണ് സിനിമ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കിനും അവരുടെ സിനിമയാണ് അവരുടെ ഇത്. അപ്പൊ റാൻഡിന്റെ അടുത്ത് എപ്പോഴും ചോദിക്കാം, നീ പറയുന്നതല്ല ഓക്കെ, പക്ഷെ എനിക്കിത് മനസ്സിലാവുന്നില്ല, എന്ത് ഈ പറയുന്നതെന്ന്. അപ്പൊ ഞാൻ വെയിറ്റ് കാരണം ക്യാമറ റോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് 4 മണിക്കൂർ സ്കെഡ്യൂൾ കവർ ചെയ്യണം, ആളുകൾക്ക് ഓവർ ടൈം കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പൊ ആ ഒരു സ്ക്രിപ്റ്റ് ഓൺ റെക്കോർഡ് മാറ്റി. അപ്പൊ ഞാൻ റാൻഡി എടുത്ത് പറഞ്ഞു, എല്ലാം പറഞ്ഞുതരാം, ഈ ഷൂട്ടെല്ലാം കഴിയുമ്പോൾ അല്ലല്ല എനിക്ക് അതിനുള്ള ഇമോഷൻസ് എല്ലാം ലോക്ക് ചെയ്ത് വെച്ചോളൂ, ഒന്നും നോക്കണ്ട, ഒന്നും കളയണ്ട, ലോക്ക് ചെയ്ത് വെച്ചപ്പോൾ എന്ത് ചെയ്യാൻ പുള്ളി എടുത്ത് പറഞ്ഞു, ലാൽ സാർ സ്ട്രോക്ക് സ്റ്റോപ്പ് ഷട്ടപ്പ് എന്ന് പറയും, അപ്പൊ നീ അടിച്ചോണം, ഷട്ടപ്പ് എന്ന വാക്കാണ് നിന്റെ ക്യൂ എന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം എന്ന് വരെ പോയിട്ടുണ്ട്. അപ്പം അവർക്ക് സിനിമ എന്ന് പറയുന്നത് ഭാഷ, ദ വേ യു ലുക്ക്, ദ വേ യു ഡ്രസ്, അതിനെക്കാട്ടിലൊക്കെ മേലെയാണ്. അതുപോലത്തെ ആളുകളായിട്ട് ഞാൻ കൊളാബറേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അപ്പം പ്രൊഫഷണൽ ആകുമ്പോഴത്തേനും അങ്ങനത്തെ ഒരു ഈഗോ പ്രശ്നങ്ങളൊന്നും വരില്ല. പിന്നെ അഭിനയിക്കുമ്പോഴും നമുക്ക് അങ്ങനെ ഒരു ഡിസ്കണക്ട് ഫീൽ ചെയ്തില്ല. അപ്പം അത് ഫോറിനേഴ്സ് ആണ്, നമ്മൾ ഇന്ത്യൻ ബേസ്ഡ് ആണ്, അങ്ങനെ ഒരു ഫീലൊന്നും കിട്ടിയില്ല. ഇമോഷൻസ് കൺവേ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ജെന്യൂൻ ഇമോഷൻസ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ അവരും അതേപോലെ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു മീറ്റർ മാത്രമേ ഉള്ളൂ. രതീഷ് എപ്പോഴും പറയുന്നത് നമ്മൾ കൂടുതൽ ഹൈ പോകണ്ട, അല്ലെങ്കിൽ ഈ ഒരു മീറ്ററിൽ നിന്നാൽ മതി. അപ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ ആ ഒരു ടെമ്പോ കീപ്പ് ചെയ്ത് പോകും. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങളെ കവർ ചെയ്തതിനും ഒരു ഇൻഡിപെൻഡന്റ് ടീമാണ് ഞങ്ങളെ കവർ ചെയ്തതിനും വലിയ വലിയ നടന്മാരെയും ഡയറക്ടേഴ്സിനെയും സിനിമാക്കാരെയും ഒക്കെ കവർ ചെയ്യുന്നത് നിങ്ങൾ ഇവിടെ വന്നു, നമുക്ക് ആ ഒരു റെസ്പെക്ട് തന്നു. അതിന് താങ്ക് യു വെരി വെരി മച്ച്. നിങ്ങളുടെ അടുത്ത എഫേർട്ടിനെ പ്രേക്ഷകരും എല്ലാവരും സപ്പോർട്ട് ചെയ്യും. താങ്ക് യു സർ.